വെൽക്കം ടു എക്സ്കാസ്റ്റ്. നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ടാൾക്കാർ രണ്ട് വാക്ക്. ഇപ്പൊ ബാഴ്സയുടെ റയൽ ഫാൻസ് ഉണ്ടാവും. ഇപ്പൊ റയൽ ഫാൻസിനെ കുറിച്ച് റയൽ ഫാൻസിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി, തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ വരുന്നതിന് വേണ്ടി മുസ്താഖിനെ ക്ഷണിച്ചു ചെയ്യുന്നു. സെൻട്രൽ പക്ഷേ ഇത് നമ്മൾ ജയിക്കും. അത്രേ ഉള്ളൂ. കാരണം ഒരു പുതിയ കോച്ചിന്റെയും പുതിയ ടീമിന്റെയും പുതിയ സ്ട്രക്ചറിന്റെയും ആവശ്യം നമുക്ക് വളരെയധികം അനിവാര്യമാണ്. നമ്മൾ മാറട്ടെ. നമ്മുടെ ചരിത്രവും പതിനെട്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. അവര് ഹാലാമാൻഡോട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിസ്ക ബാഴ്സ വിസ്ക കത്തലൂന. ഞാൻ 1 2 3 പറയാം. അപ്പൊ ഒപ്പം പറയാം. 1 2 3 വിസ്ക ബാഴ്സ വിസ്ക കത്തലൂന. നേരത്തെ മുസ്താഖ് പറഞ്ഞ കൂട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ബാഴ്സ ടോപ്പ് ഫോമിലോട്ട് എത്തിയേക്കുന്നത്. പണ്ടത്തെ നമ്മുടെ ബാഴ്സയുടെ കളി കണ്ടറിയാം. മിനിമം 4 5 6 സ്കോറിനൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന ബാഴ്സ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് വളരെ ഷോക്കായിരുന്നു. ബട്ട് ആഫ്റ്റർ ഫ്ലിക്ക് വന്നതിന് ശേഷം സൂപ്പർ കളിയാണ് നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ കുറെ നാൾക്ക് ശേഷം. അപ്പോ ഈ സീസണിൽ മുസ്താഖ് ഒന്നും പ്രതീക്ഷിക്കാനാണ് ഇത്ര എത്തിയത്. ഇപ്പോ നിലവിൽ ഫസ്റ്റ് നിൽക്കാണ്. ഒരു 5 കളി കൂടി ജയിച്ചാൽ നമുക്ക് ലലീഗ അടിക്കാൻ പോവാണ്. സെമി 2 പിന്നെ കോപ്പ ഡെൽ റേ. ഇവർ ഇത്രയെല്ലാം ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഈ കപ്പ് നമ്മൾ തന്നെ പൊക്കിയിരിക്കുന്നു. ഫ്ലിക്ക് പറഞ്ഞേക്കൂട്ട് ഇന്ന് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. വേറെ ഒന്നുമില്ല, എമ്മാലും മുടി കളറായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. സോ തീർച്ചയായിട്ടും നെയ്മർ കാണിച്ചത് ഇത്തവണ എമ്മാലും ഇന്നും കാണിച്ചിരിക്കും. സോ വാമോസ്. നിങ്ങൾക്ക് തോന്നുന്ന റീസൺ എന്താണ് നമ്മുടെ ഈ സീസൺ? ഇപ്പോ ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നത് ടോണി ക്രൂസിന്റെ അവൈലബിൾ ഫോർവേഡ്സ് അധികം എന്താ പറയാ അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. സോ ഇവിടെ ഒന്ന് കാരണം എന്തെങ്കിലും റയൽ മാഡ്രിഡിന്റെ പ്രശ്നങ്ങൾ എന്തായിരിക്കും, അതിനുള്ള പരിഹാരം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ വട്ടി വോയിസ് വരാം. വീഡിയോയില് സമയത്തോ എന്റെ കിട്ടിയുണ്ടോ? മുസ്താഖിനോട് സമയം എടുക്കില്ല. അടുത്ത സീസൺ നമ്മൾ തിരിച്ചു ശക്തിയായിട്ട് പറയണ്ട. ബ്രോ പറഞ്ഞോ, പ്രശ്നമില്ല, നമ്മേലുള്ളൂ. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഡിഫൻസ് മെയിൻ കൺസേൺസ് ആണ്. നമുക്ക് ഡിഫൻസിൽ ഇഞ്ചുറീസ് പറ്റിയപ്പോഴും നമുക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഒരു ബാക്കപ്പ് സൈനിങ്സ് നടത്താൻ. അപ്പൊ അത് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്സ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഒരു ബാക്കപ്പ് ആയിട്ട് 1-2 സൈനിങ്സ് നടത്തിയപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ലീഗായാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും നല്ലൊരു ബാക്കപ്പ് പെർഫോമൻസ് നമ്മുടെ മാച്ചസ് നോക്കി കാണാൻ പറ്റും. നമുക്ക് അറ്റാക്കിംഗ് നമുക്ക് ഇത്രത്തോളം സ്റ്റാർ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും നമുക്ക് അധികം ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു കെമിസ്ട്രി അടുത്ത സീസൺ സെറ്റ് ആവുമെന്ന് വിചാരിക്കാം. സോ ഇപ്പോ നമ്മുടെ പിള്ളേര് പറഞ്ഞ പോലെ തന്നെ ഓബിയസ്ലി ബാക്ക് ആണ് റയലിന്റെ മെയിൻ കൺസേൺ. ഈ പറഞ്ഞ പോലെ മിലിറ്റാവ് ഇൻജേർഡായി, ഡേവിഡ് ആലൻ ഇൻജേർഡായി, കാറാഫാൽ എന്താ പറയാ നമ്മുടെ കഴിഞ്ഞ ജനറേഷനിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്സ് ആണ്. ലൂക്കസ് വാസ്കസ് ഓബിയസ്ലി ഒരു റൈറ്റ് വിംഗർ ആയിരുന്നു, കൺവേർട്ടഡ് ടു RB ആയിരുന്നു. അപ്പോൾ പുള്ളിനെ കളിപ്പിക്കുമ്പോൾ അവിടെ ഓബിയസ്ലി അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോ ലൂക്കസ് വാസ്കസും ഇഞ്ചറിക്ക് ശേഷം വന്നേക്കണേ. ഇടയിൽ വാൽവർദ്ധേനെ ഇപ്പോ എന്താ പറയാ പൊസിഷൻ ഇല്ലാണ്ടാ കളിപ്പിക്കണം. അപ്പോൾ വാൽവർദ്ധയ്ക്കും അതിൻ്റെതായ ഇഞ്ചറിയായ പ്രശ്നങ്ങളുണ്ട്.
പക്ഷേ എനിക്ക് ഈ സീസൺ പൊതുവെ എടുത്ത് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഗോൾ സ്കോറിംഗ് കുറവാണ്. അതിനുള്ള ഒരു മെയിൻ റീസൺ ടോണി ക്രൂസ് തന്നെയാണ്. പ്ലേ മേക്ക് ചെയ്യാൻ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇല്ല. കഴിഞ്ഞ സീസൺ ഒരു എന്താ പറയാ ഫോൾസ് നയൻ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ഫോൾസ് നയൻ വെച്ചാൽ കളിപ്പിച്ചത്. ബെല്ലിംഗ്ഹാമിനാണെങ്കിൽ ഈ സീസൺ അത്ര അഡ്വാൻസ് ആയിട്ട് കളിക്കാൻ പറ്റണില്ല. പിന്നെ മിഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാൽവർഡ് ഒരിക്കലും ഒരു പ്ലേ മേക്കർ അല്ല. ചൗമിനി ആണെങ്കിൽ ഒരു CDM ആണ്, ബെല്ലിംഗ്ഹാം ആണെങ്കിൽ ഒരു AMF ആണ്. അപ്പോൾ മിഡിൽ ഒരു കുറവുള്ളത് എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. പിന്നെ ഫോർവേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ 3 ഫോർവേഡ്സും ലെഫ്റ്റ് വിംഗേഴ്സ് ആണ്. പ്രോപ്പർ റൈറ്റ് വിംഗർ ഇല്ല, പ്രോപ്പർ നമ്പർ 9 ഇല്ല. വിനിഷ്യസ് ആണെങ്കിലും എംബാപ്പെ ആ ഒരു ലിങ്കപ്പിൽ അവർ ഇതുവരെ വന്നിട്ടില്ല. സോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആൻസിലോട്ടിയുടെ ടാക്ടിക്സിനെ സീസൺ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആൻസിലോട്ടിയാണ് ഈ ക്ലബ് ഈ പറഞ്ഞ വിനിഷ്യസിനെ റോഡ്രിഗോനെ ഒക്കെ ഇങ്ങനെ ആക്കി കൺവേർട്ട് ആക്കി മാറ്റിയെടുത്തത് ആൻസിലോട്ടിയാണ്. ഒരു സീസൺ പോയെന്നും പറഞ്ഞ് ഒരിക്കലും ആ കോച്ചിന്റെ ലെഗസിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ബാക്ക് പിന്നെ കൺസേൺ ആണ്. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ റയൽ മാഡ്രിഡ് ആകുമ്പോൾ എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരിക്കും. അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കപ്പ് നമുക്ക് നോക്കിയിരിക്കും. ബാഴ്സയുടെ സൈഡിൽ നിന്ന് ആർക്കാണ് പറയാനുള്ളത്? ഇനിയുള്ള ഇൻട്രസ്റ്റഡ് ആസ് ഓഫ് നൗ ഇപ്പൊ നമുക്ക് ലെവൻഡോസ്കി ഇല്ല ഈ കളിയിൽ. അത് ചില ഫാൻസ് ചാൻസസ് ഫേസ് ചെയ്യുന്നതോ, പക്ഷെ ഫിനിഷിംഗിന് ഉപരി ചാൻസ് ആ ഒരു റൺ മേക്ക് ചെയ്ത് ഡിഫൻസിനെ പുള്ളി കൊണ്ട് പോകുന്ന ഒരു ആക്ഷൻ ആണ് പ്ലേ ഉണ്ടാക്കാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഐ തിങ്ക് തേർഡ് ഗോൾ റോഡിനെ പുള്ളി കൊണ്ട് ആ ഗ്യാപ്പ് കൊണ്ടുവന്ന് തന്നെ ലെവൻഡോസ്കിയാണ്. ബട്ട് സ്റ്റിൽ ഫാൻസ് പറയുന്നത് ശരിയാണ്, ഫാസ്റ്റ് ഡൈനാമിക് ഉണ്ടാവും. So at the season like maybe a backup striker, not like somebody more young. Lewandowski under someone who can learn from him, get a backup striker. Lewandowski stays one more year, then he gets to learn. Then by the season after that, he can replace him. Another player. I mean, ipo pinna oru left back, backup left back. As of now, Gerard Martin not up to the mark. He's fine, but still, you know, Walter is the key there. For a backup now, either under one we are sorted. Completely. We have Dion, Pedri in the midfield. We'll get Bernard back. Bernard is sort of back, and then midfield will be perfect. You don't have to worry about that. So, maybe a left wing backup too. You know, Rafinha is a winger and a goal. One more derivative Rafinha is, you know, not that. But as a goal scorer, he's great. Through the wing, he can score the goals. So maybe a 1-on-1 specialist winger, like Yamal on the right wing, we need someone on the left wing. So considering all this, you know, once we get over these, perfect. We'll be unbeatable. We can even be invincible. That's it. ശരിയാണ് ബ്രോ പറയുന്നത് തന്നെ. ചെറുതായിട്ട് എനിക്കും ഒരിടയ്ക്ക് ലെവൻഡോസ്കിനെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ വയസ്സായി എന്നുള്ള മൈൻഡ് വന്നിരുന്നു. ബട്ട് ഇപ്പൊ ഇവിടെ 3ാമത്തെ ഗോള് ബാഴ്സയ്ക്ക് ഉണ്ടാക്കിയതുപോലെ പുള്ളിക്ക് ഗെയിം പ്ലേ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം പുള്ളിക്ക്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെയാണ് എനിക്ക് ഒറ്റും കണ്ണി കാണാൻ വളരെ ഫെറാൻഡോ പ്രശ്നം പണ്ടുമല്ലേ സത്യമായിട്ടും. പക്ഷെ ഇപ്പൊ ഫ്ലിക്കിന്റെ അണ്ടറിൽ വന്നതിന് ശേഷം സത്യമായിട്ടും എനിക്ക് പണ്ടുപോലെ ഇഷ്ടമല്ലാത്ത ഫെറാൻഡോ. പക്ഷെ ഇത് സിനിമ പറയുന്നത് എന്തോ വെറുത്ത് ഇഷ്ടപ്പെട്ടു. അടിപൊളി കളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് ബാൽഡി ആണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു റണ്ണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വാലിനെ പിടിച്ചാൽ കിട്ടില്ല. അമ്മായി ഡ്രിബ്ലിങ്ങും പോക്കാണ്. ഇപ്പൊക്കെ മാർട്ടിൻ എക്സ്പീരിയൻസ് ഇല്ല, ചിലപ്പോ 1-2 കൊല്ലം കൊണ്ട് സെറ്റ് ആയിരിക്കും. ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സീസൺ ഓവറോൾ? എനിവൺ നമുക്ക് എന്തൊക്കെ പോയാലും പുറം പ്രശ്നങ്ങൾ ഉണ്ടായി പണ്ട് പറഞ്ഞ പോലെ അത് റയലൊരു പ്രശ്നമില്ല. ഒരു പ്രതീക്ഷിക്കാറില്ല. കൂടുതൽ വലിയ പരിക്കൂടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു ഡിഫൻസിൽ വെച്ചിട്ട് ഒരു ടാക്ടിക്സ് അത് 1-2 മാസം പിന്നെ പൊളിഞ്ഞേറും. അതിനുശേഷം ഇപ്പോ ജനുവരിയിൽ ലാസ്റ്റ് ഗവൺമെന്റിന്റെ കളി ബീറ്റഡായിരുന്നു. പിന്നെ ഇപ്പോ ക്രിക്കറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വെച്ചില്ല. അതും ഒരു ഇന്നത്തെ ഒരു കളിയിലാണെന്ന് വെച്ചാൽ അടിപൊളി ഉണ്ടാവുന്നത്.
നമ്മൾ സീസണിന്റെ സ്റ്റാർട്ടിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പൊസിഷൻ ആണ് തന്നെ. ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സ്റ്റേ ഹംബിൾ. നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇത്രയും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ഇവിടെ വരെ എത്തി. ഇനിയിപ്പം ആക്ച്വലി ഇത് റിമൈൻഡ് ചെയ്യുന്ന 2 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് 2009 2019 അല്ല 2018 15 അല്ല 19 നമ്മുടെ സെമി രണ്ടും റിമൈൻഡ് ചെയ്യുന്നുണ്ട് ഒരേ ടീം. അപ്പം പക്ഷേ ഐ മീൻ കുഡോസ് ടു ഫ്ലിപ്പ് ഫോർ ബ്രിങ്ങിങ് ദിസ് ടീം ടു ദിസ് ലെവൽ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ എന്തായാലും എന്താ പറയുക ഇതുവരെ എത്തിയിൽ തന്നെ നമ്മൾ സന്തോഷിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. ബാക്കി 3 കപ്പടി എന്ന് വിശ്വസിക്കുന്നു. മൈൻഡ് സെറ്റ് കപ്പടിച്ചില്ലെങ്കിലും ബ്യൂട്ടിഫുൾ പ്ലെയർ ആണ് കളിക്കുന്നത്. മിനിമം ഞാൻ പറഞ്ഞില്ലേ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം 4 ഗോൾ ഞാൻ അടുപ്പിച്ച് കുറെ കാണുന്നു. അപ്പൊ ഭയങ്കര കപ്പിനാകുമ്പോൾ പോലെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. 10 കൊല്ലം അനുഭവിച്ചു. പിന്നെ ലാസ്റ്റ് എടാ ഇപ്പോ ഈ സീസണിലെ പ്രോബ്ലംസ് ഇപ്പോ ബാഴ്സ ആണെങ്കിലും റയലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ ഫുട്ബോളിംഗ് ഫാൻ നിങ്ങളുടെ ടീമിലോട്ട് അടുത്ത സീസണിൽ വരേണ്ട ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ് ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ റയലിന് ഒബിയസ്ലി അർണാൾഡോന്റെ ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾക്കിപ്പോ ഒരു ട്രാൻസ്ഫർ സൈനിങ് റയലിലോട്ട് വന്നത് ആരായിരിക്കും? ഇപ്പോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആരാ? ഓക്കെ സുബിമെന്റി. സുബിമെന്റി മിഡ്ഫീൽഡ് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും സുബിമെന്റി. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നതാണ്, അപ്പോഴും ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട് സുബിമെന്റിക്ക് കുറവല്ലേ? നമുക്കിപ്പോ വേണ്ടത് ടോണി ക്രൂസിന്റെ ഒരു വോയിഡ് ഫിൽ ചെയ്യാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡറിനല്ലേ ആക്ച്വലി. സുബിമെന്റി ഒന്നും കൂടി ഒരു CDM അല്ലേ? നിക്കോപാസ്. ഓക്കെ, വേറെ ആരെങ്കിലും? എടാ വെറുതെ ആരെങ്കിലും പേര് പറഞ്ഞു, ഒരാഗ്രഹമല്ലേ? മാത്തസ് ഡിലൈറ്റ് വന്നാൽ ഡിഫൻസ് ഒന്നും കൂടി സ്ട്രോങ് ആവുന്നതാണ് ബ്രോ പറയണത്. ഓക്കെ, നല്ലൊരു സജഷൻ ആയിരുന്നു. വേറെ ആരെങ്കിലും? ന്യൂനോ മെൻഡസ്. ഓക്കെ, അത് കൊള്ളാം. നമുക്ക് ലെഫ്റ്റ് ബാക്കിന്റെ ഒരു ആവശ്യമുണ്ട്. ന്യൂനോ മെൻഡസ് ആക്ച്വലി ഒരു നല്ല സൈനിങ് ആയിരിക്കും. റയലിന് ആക്ച്വലി നല്ല 2 ലെഫ്റ്റ് ബാക്ക് ഉണ്ടായത്, റൈറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. തിയോ ഹെർണാണ്ടസും ഹക്കീമി രണ്ടുപേരെയും കളഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ അർണോൾഡ് വന്നാലും എനിക്ക് കൺസേൺസ് ഉണ്ട്. ഡിഫൻസീവ് അർണോൾഡ് അത്ര അടിപൊളിയൊന്നും അല്ല. വേറെ സെഷൻസ് ഉണ്ടോ ഏതെങ്കിലും ഒരു സൈനിങ്സ് നമ്മുടെ സീസണില്? ബാഴ്സയുടെ സൈനിങ് ആയിട്ട് നിങ്ങൾക്ക് ആലോചിക്കും? അലക്സാണ്ടർ സാക്ക്. ഓക്കെ, നല്ല ഓപ്ഷനാണ്. എന്റെ മൈൻഡിലും ഉണ്ടായതാണ്. വേറെ സജഷൻ? ഒരു ഹാളന്റെ ഒക്കെ പറഞ്ഞൂടെടാ. നിക്കോ വില്യംസ്. നിക്കോ വില്യംസ് നല്ല ഓപ്ഷനാണ്. യമാലും 2 നല്ല സിംഗറാണ്. റോഡ്രി പറഞ്ഞൂടെ? റൈസ ഓൾറെഡി മിഡ്ഫീൽഡ് ലോട്ട് 4-5 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് നമുക്ക് ഓൾറെഡി. വിങ് ബാക്ക് ആര് പ്ലെയർ ആയിരുന്നു സജഷൻ? ആൻഡേഴ്സൺ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ആർക്കാണെങ്കിലും ഉത്തരം പറയാം. ഏറ്റവും കൂടുതൽ കോപ്പ del Reyയില് ഗോൾ അടിച്ചേക്കണ കളിക്കാരൻ ആരാന്നറിയോ? മെസ്സി അല്ല, ക്രിസ്ത്യാനോ അല്ല. കോപ്പ del Reyയില് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചേക്കണ പ്ലെയർ. ഇതിനകത്തുള്ള ഹിന്റ് എന്താന്ന് പറഞ്ഞാൽ ബാഴ്സലോണ പ്ലെയറും അല്ല, റയൽ മാഡ്രിഡ് പ്ലെയറും അല്ല. അല്ല ആക്ച്വലി എനിക്ക് പറഞ്ഞുകൂടായിരുന്നു, ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കിട്ടിയത്. ടെൽമോ സാറ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്ലറ്റിക്കോ ബിൽബാവിന്റെ ഫോർവേഡ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എൽ ക്ലാസിക്കോല് ഒരു 4 പ്ലേയേഴ്സിന്റെ പേര് ഞാൻ പറയും. അതില് ഹാട്രിക് അടിക്കാത്ത ഒരു പ്ലെയർ ഉണ്ട്. മെസ്സി, സ്വാരസ്, ക്രിസ്ത്യാനോ, ബെൻസിമ. ഇതിലൊരു പ്ലെയർ ഹാട്രിക് അടിച്ചിട്ടില്ല. മെസ്സിയാ? ക്രിസ്ത്യാനോ. എൽ ക്ലാസിക്കോയിൽ ഇതുവരെ ക്രിസ്ത്യാനോ ഒരു ഹാട്രിക് അടിച്ചിട്ടില്ല. മോസ്റ്റ് എൽ ക്ലാസിക്കോ വിൻസ് ആർക്കാന്നറിയോ? നമ്പർ കറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുമോ? 105. പിന്നെ അപ്പോ മോസ്റ്റ് ഗോൾസ് ആർക്കാന്ന് എല്ലാവർക്കും എൽ ക്ലാസിക്കോയില്? മെസ്സി. മോസ്റ്റ് അസിസ്റ്റ് മെസ്സിക്കാ.
മോസ്റ്റ് കൺസിക്യൂട്ടീവ് ആയിട്ട് എൽ ക്ലാസിക്കോയിൽ ഗോൾ അടിച്ച പ്ലെയർ ആരാ അറിയോ? ആര്? മാച്ച് അല്ലടാ, മോസ്റ്റ് കൺസിക്യൂട്ടീവ് ആയിട്ട് ഗോൾ അടിച്ച പ്ലെയർ എൽ ക്ലാസിക്കോയിൽ. അല്ല, ക്രിസ്ത്യാനോ 6 മാച്ച് അടുപ്പിച്ചടിച്ചിട്ടുണ്ട്. മോസ്റ്റ് അപ്പിയറൻസ് ഇൻ എൽ ക്ലാസിക്കോ. അല്ല 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 ബുസ്കറ്റ്സാ? അല്ല, മെസ്സി അല്ല, അല്ല, സെർജിയോ റാമോസ്. റാമോസിനാണ് ഏറ്റവും കൂടുതൽ അപ്പിയറൻസസ്. ഗൂഗിളിൽ നോക്കിട്ട് പറഞ്ഞാടാ. കളി തുടങ്ങിയാ? ഏറ്റവും കൂടുതൽ ആക്ച്വലി കളി തുടങ്ങി 1:20 നമുക്ക് ലാസ്റ്റ് ആയിട്ട് പ്രൊഡിക്ഷൻസിലോട്ട് പോവാം. റയൽ മാഡ്രിഡിനുള്ള പ്രൊഡിക്ഷൻ 2-1 പറയുന്നുണ്ടോ? 3-1 1-0. ആരെങ്കിലും ബോളിലായിട്ട് ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ടോ റയൽ മാഡ്രിഡിന്റെ? 3-2 2-1 3-2. ഓക്കെ, ഇവിടെ 3-ക്കാണ് പറയട്ടേക്കണേ. എന്റെ ഇതിൽ ഒന്നേ കുറിച്ച് എന്തെങ്കിലും ചെയ്യിക്കട്ടെ. 4-2 3-0 4-3 4-1 4-2 5-1 ആരാ പറഞ്ഞേ? ഓക്കെ 2-0 അമ്പോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ ഗോൾ സ്കോറിംഗ് മാച്ച് ആയിരിക്കും പറയണേ. നമുക്ക് കാണാം. എന്താ പറയാ, ഒബിയസ്ലി റൈവറി ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ അലമ്പാക്കാൻ നിൽക്കണ്ട. ആ ഒരു സ്പോർട്സ് സ്പിരിറ്റ് ചെയ്തെന്ന് എല്ലാവരും എടുക്കുക. ഉഷാറായിട്ട് കാണാം. ഈ പരിപാടി അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് അടുത്ത പരിപാടി നടത്താൻ പറ്റുള്ളൂ. സോ ഹലോ മാഡ്രിഡ്. ഏത് ടീമിലായാലും ഗോൾ അടിച്ചാലും ശ്രദ്ധിക്കാം. മേളിൽ ഫാനും ലൈറ്റും ഉണ്ട്. എല്ലാവരും വന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞാണ്. പിന്നെ ഈ കളി റിസൾട്ട് ജയിക്കട്ടെ, പക്ഷെ നമ്മുടെ ലക്ഷ്യം കോപ്പ ഡെൽ റേ അല്ല, ചാമ്പ്യൻസ് ലീഗ്. അല്ല, 10 കൊല്ലം അവരടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, അപ്പോൾ എത്തൂല. പക്ഷെ അതും പറഞ്ഞ് ഈ സീസൺ ഇപ്പൊ ഈ കളിപ്പ് നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാൻ നിൽക്കേണ്ട. കാരണം അതുകൊണ്ട് നമുക്കൊരു വിലയില്ല. കാരണം നല്ല ഫുട്ബോൾ കളിക്കാനുള്ള ഈ കപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് അത് നമ്മുടെ സീസണെ ഡിഫൈൻ ചെയ്യാനും പറ്റൂല. അത്രേ ഉള്ളൂ. നമുക്ക് ഹമ്പിളായിട്ട് വെക്കാം. 10 കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗ് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്നും പറയാനില്ല. പക്ഷെ 2012-13 ചാമ്പ്യൻസ് ലീഗ് ലാസ്റ്റ് ആയിട്ട് റെയിലും ബാഴ്സയും കളിച്ചത്. ഫൈനൽ ജയിച്ചതല്ല, റെയിലും ബാഴ്സയും ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് കളിച്ചത് 12-11 10-11. അതിനുശേഷം ഇത്രയും കൊല്ലം കളിച്ചിട്ട് അത് ഏതും കളിച്ചാൽ പിന്നെ എത്തൂല. അതാ പറഞ്ഞ കോട്ടെടുക്കാത്ത ഞങ്ങളുടെ പ്രശ്നമല്ലല്ല. നിങ്ങൾ കോട്ടെടുക്കാത്ത സെമിയിലോ അത് ഞങ്ങളുടെ പ്രശ്നമാടാ. കേട്ടില്ല? നിങ്ങൾ കോട്ടെടുക്കാത്ത സെമിയിലോ അത് ഞങ്ങളുടെ പ്രശ്നമാടാ. ചാമ്പ്യൻസ് ലീഗ് പറയുമ്പോൾ ഞാൻ പറയാനില്ല. വോയിസ് 1:25 നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്ത് കളിക്കുള്ള ഇതില് സെറ്റ് ചെയ്യാല. The fixed those that one on the bottom of the screen. Football Club Barcelona 1, Real Madrid 0. Pedri scoring screamer right on the edge of the D. ബ്രൈറ്റ്നസ് കുറയ്ക്ക്. പൂജാക്ക് Gerard Martin for Barca. കിട്ടി. First pass to Brazilian, he's got that ball across the line. Looks to pressure, work to apply that, stops his shot a little bit. Garcia is a substitute for Fernand Mendy after just 10 minutes. A torrid night. Back to Chesney. Now retirement to join Barcelona. Glad he did. Retirement when he was 34. Looks like he's going to sign a new contract, but we'll just see what happens.
with Marc-Andre ter Stegen fit again for Barca. Which is fit will be first choice. Not to the end. Start the next season on the Barcelona club മൈക്ക് ഓഫ് representatives in the States. Julian Girona will be Real Madrid and Atletico Madrid. Very interested to know how that's going to affect pre-season preparations, etc., etc. Daniel Mo getting across to Frankie de Jong today, and Lamine Yamal with his brand new hairdo. The jury's out, I think, on that hairdo, to be honest. Jeez, eh? Under a bit of pressure there, De Jong from Mbappé, but he's drilled that straight into Courtois' midriff. ബാബു Well, looking for Mbappé. Obviously, Barca like to play high defensive line, but you have Mbappé against it. That's a little bit more difficult. As I say, the two previous meetings this season 4-0 for Barca, 5-2. Having ball up Daniel on there. Henry. Daniel. Lining up Henry. He does indeed, and this time doesn't work for Courtois. See, as soon as he got the ball, though, he fancied it. Lewandowski. Watching. 40 goals for the Polish striker. He's going to add to that total tonight with his hamstring injury. He picked up against Celta Vigo just a week ago. Courtois wants to send it long. Fine. That's well run by Bellingham. He's going to go all the way. He said it to Vinicius Szczesny, but still alive, and Szczesny again gets down to make a double save. And Real Madrid looks set to level the score. Great work from Bellingham here. Gets past Pedri, sees the space, and then picks up Vinicius just a tiny bit wide. Singing. Goal kick. Martinez gets up. Ruefully shakes his head. But he's certainly a skillful player, as he showed. He's going to go against Getafe on Wednesday. Still a chance. He's just half stopped. And again. Suddenly living a little bit dangerously. It's against Szczesny. And the Barca play down into the other end. Looking to defend it Valverde. There you are, gets the block in there. Lewis. Bellingham with Martinez. എന്തിനു കൂളറടിക്കണം Anyone to be Mbappé.
for there, Chesney, and says, go on, try it. It's in at the goalie's post. And it's a great free kick. I wonder if Chesney's got his angles right now. We're back on level terms, 20 minutes to go. We set for extra time. There hasn't been extra time in a Madrid Barca cup time for a very, very long time. Double substitution. In the end, it was a free header. Nothing Chesney could do about it. Great delivery from Müller. Nobody really picks him up here. Just drifts in behind him there. Just catches Chesney slightly wrong footing. Real Madrid turning this one around in the second half. Absolutely good score. That's not actually who's dancing. There's Rudiger, who is getting a bit of treatment. I see Real Madrid, that's the way Real Madrid win. Madrid hands. What's your Got the attacking options on their bench that Barca let Madrid have. Eric Garcia, Alvito is forward, but the game is always interesting because everybody just have well, they don't have a love-hate relationship, they basically a hate-hate relationship. They have look bells on of each other. That's both elements nearly every time they play. It's a great ball from Vinicius. No offside, just over the top of Rudiger. No man's land. I thought they were stirring defeat in the face. And Torres rolls it in. It's 2-2. Substitution for Barca. Frankie de Jong is up.
Gerard Martin is off. This week, clearly, has to be taken into account, and will be taken into account by people. Anyway, Barca clearly dominated the first half of Madrid. When they turned it around in the second half. Roman Ferran will end the Copa del Rey as the top scorer in the tournament, 6 goals, unless Enrique next scores another. What a shame, he's Ansu Fati's not going to get into the match. As we go to the last 5 minutes of extra time. Is there a goal in this one? We go to the ultimate drama and penalties. He was given away a good day. Are waiting to come on and celebrate. There can hardly be any time left. Just a handful of seconds. It's time for maybe for Szczesny to punt this one upfield. Never celebrate early against FC Barcelona. We are the fucking Copa del Rey champions! Ale campeón, 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 Bro, you never score first against Real Madrid unless you're FC Barcelona. വീഡിയോ കൂടെ